ഇന്ത്യ പാക് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം മാറ്റി മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. മേളകൾ ആരംഭിച്ച ജില്ലകളിൽ എക്സിബിഷൻ മാത്രം നടക്കും. ഇന്ത്യ പാക് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം മാറ്റി മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. മേളകൾ ആരംഭിച്ച ജില്ലകളിൽ എക്സിബിഷൻ മാത്രം നടക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, സർക്കാരിന്റെ 4ാം വാർഷികാഘോഷമാണ് ഇന്ത്യ പാക് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ മാറ്റിയിരിക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിലെ മറ്റ് തീരുമാനങ്ങൾ ഇതൊക്കെയാണ്. ബൃന്ദ, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികം മാറ്റിവെക്കാനുള്ള ഒരു തീരുമാനം ആയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തില് പ്രദർശന മേളകളൊക്കെ ഇപ്പോൾ പുരോഗമിക്കുന്ന സാഹചര്യമാണ്. വിവിധ ജില്ലകളിൽ പരിപാടികൾ കാര്യമായി വളരെ സ്വീകാര്യതയോടെ നടന്നു പോകുന്ന ഒരു ഘട്ടമാണ്. ഈ ഘട്ടത്തിലാണ് ഇത് ഒഴിവാക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ ഭാഗമായി തന്നെ ആ ഒരു സാഹചര്യത്തിൽ ആഘോഷവേളകൾ വേണ്ട എന്നുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത്. നിലവിൽ നടക്കുന്ന പ്രദർശന മേളകൾ തുടരുകയാണ്. ഏതായാലും ജില്ലകളിൽ നടത്താൻ വാർഷികാഘോഷ പരിപാടികളെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇത്തരത്തിൽ തീരുമാനമുണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ LDF കൺവീനറും ഇക്കാര്യത്തിൽ ഒരു നിലപാട് അറിയിച്ചിട്ടുണ്ട്. രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ഭീകരവാദത്തെ എതിർക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ 4ാം വാർഷിക റാലികൾ ഒഴിവാക്കുന്നു. 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടികൾ ഒഴിവാക്കുന്നത് പൂർണ്ണമായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു കൃത്യമായ വിശദീകരണം വന്നിരിക്കുകയാണ്. വിഷ്ണു, എപ്പോഴായിരിക്കും ഈ വാർഷികാഘോഷം പുനഃസംഘടിപ്പിക്കുക എന്നുള്ളതിലും ഈ നിലവിൽ ഈ പ്രദർശന വിപണന മേളകൾ സജീവമായി തന്നെ തുടരുകയാണ്. ഇത് നിലനിർത്തിക്കൊണ്ട് ആണോ ഈ ഒരു തീരുമാനം നടപ്പിലാക്കുന്നത്? ബൃന്ദ, തീർച്ചയായിട്ടും ഇപ്പോൾ നിലവിൽ ഈ പ്രദർശന മേളകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തയ്യാറെടുത്ത് നേരത്തെ തന്നെ നടത്തി വരുന്നത് കൊണ്ട് തന്നെ അത് നടത്തുകയാണ്. എന്നാൽ അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരിപാടികൾ, കലാപരിപാടികൾ അടക്കമുള്ള അല്ലെങ്കിൽ നിരവധി വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. അതെല്ലാം പൂർണ്ണമായി ഒഴിവാക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇനി മാറ്റി മറ്റൊരു ദിവസം വയ്ക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഏതായാലും നിലവിൽ ഇത് മാറ്റിവെച്ചിട്ടുണ്ട്. നിലവിൽ ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്ന് ഏതായാലും ഒരു മാറ്റം, ഇതൊരു അനിശ്ചിതകാലത്തേക്കുള്ള ഒരു മാറ്റം എന്ന് തന്നെയാണ് സൂചിപ്പിക്കാൻ സാധിക്കുന്നത്. കാരണം ഈ സംഘർഷം എത്രത്തോളം നീണ്ടുപോകുമെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ള ഒരു വ്യക്തത വരാത്തത് കൊണ്ട് തന്നെ ഇതിപ്പോൾ പൂർണ്ണമായും ഇപ്പോൾ ഒഴിവാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത്. ശരി വിഷ്ണു.